സർവാംഗ സുന്ദരനായ യേശുനാഥ, സ്നേഹനാഥ, എൻ പേർക്കായി ക്രൂശിതനായ ജീവനാഥ, പ്രേമകാന്ത, സർവാംഗ സുന്ദരനായ യേശുനാഥ, സ്നേഹനാഥ, എൻ പേർക്കായി ക്രൂശിതനായ ജീവനാഥ, പ്രേമകാന്ത, വിണ്ണിനേക്കാളും വീര്യമുള്ള നിന്റെ സ്നേഹത്താൽ നിറച്ചുവല്ലോ. വിണ്ണിനേക്കാളും വീര്യമുള്ള നിന്റെ സ്നേഹത്താൽ നിറച്ചുവല്ലോ. നീ എൻ്റെ സ്വന്തം യേശുനാഥ, ഞാൻ നിന്റെ സ്വന്തം യേശുനാഥ, എപ്പോഴും എന്നെ നോക്കിയിടുന്ന നിൻ കൺകളത്ര സൗന്ദര്യമേ, എപ്പോഴും എന്നെ നോക്കിയിടുന്ന നിൻ കൺകളത്ര സൗന്ദര്യമേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് നമുക്ക് നൽകുന്ന ശ്രേഷ്ഠകരമായ ദൈവത്തിൻ്റെ വചനം മത്തായി 2:18-19 ശ്രദ്ധിച്ചോട്ടെ. എന്നാൽ ഹെരോദാവ് കഴിഞ്ഞു പോയ ശേഷം കർത്താവിന്റെ ദൂതൻ മിസ്രയീമിൽ വെച്ച് യോസെഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞു. എന്തൊരു വചനമാണ്! തകർക്കാൻ നോക്കിയവർ തകർന്നു, കൊല്ലാൻ നോക്കിയവർ മരിക്കപ്പെട്ടു. പക്ഷേ വാഗ്ദത്തമുള്ളവൻ അടുത്ത യാത്രയ്ക്കായി ഒരുങ്ങുകയാണ്. ആമേൻ. ആമേൻ. നിങ്ങൾ ധൈര്യത്തോടെ ജീവിതം നയിക്കുക. പ്രശ്നങ്ങളെ കണ്ട് കരഞ്ഞ് ജീവിതം അവസാനിക്കരുത്. ആമേൻ. ദാവീദിനെ കൊല്ലാൻ ഒരു കരടി വന്നു, ദാവീദിനെ കൊല്ലാൻ ഒരു സിംഹം വന്നു, ദാവീദിനെ കൊല്ലാൻ ഒരു ഗോലിയാത്ത് വന്നു, ദാവീദിനെ കൊല്ലാൻ ഒരു ശൗൽ പുറപ്പെട്ടു, ദാവീദിനെ കൊല്ലാൻ ഒരു അബ്ശലോം ഇറങ്ങി തിരിച്ചു. പക്ഷേ തിരുവചനം പറയുന്നു, ദാവീദ് പൂർണ്ണ വൃദ്ധനായ ശേഷം ആയുസ് പൂർത്തീകരിച്ച് അവൻ ദൈവസന്നിധിയിൽ പിതാക്കന്മാരോട് ചേർന്നു. കൊല്ലാൻ വന്ന കരടി എന്തിയെ, കൊല്ലാൻ വന്ന സിംഹം എന്തിയെ, കൊല്ലാൻ വന്ന ആമേൻ ഗോലിയാത്ത് എന്തിയെ, ശൗൽ എന്തിയെ, അബ്ശലോം എന്തിയെ. ശത്രുക്കൾക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടാകും, പക്ഷെ അവരുടെ ആഗ്രഹത്തിനൊന്നും നിന്നെ വിട്ടുതരത്തില്ല. ഇവിടുത്തെ വചനം കണ്ടോ? സ്തോത്രം. സ്വപ്നത്തിൽ പ്രത്യക്ഷമായിട്ട് ദൈവം പറയുകയാണ്, സ്തോത്രം, ആമേൻ. എന്താ പറഞ്ഞത്? ശിശുവിനെ പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയത് കൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേലിലേക്ക് പോകുക എന്ന് പറഞ്ഞു. നിന്നെ തകർക്കാൻ നോക്കിയവർ തകരും, പക്ഷെ നീ തകരത്തില്ല. കാരണം നീ വലിയൊരു അസൈൻമെന്റുമായിട്ടാണ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. നിന്റെ പ്രശ്നത്തിന്റെ വലിപ്പം എത്ര വലുതാണോ അതിൻ്റെ 10,000 മടങ്ങ് വലുതാണ് നിന്റെ ദർശനത്തിന്റെ വലിപ്പം. ആമേൻ. ഞാൻ ഇന്ന് ഈ വചനം പറയുമ്പോൾ ഇന്നലകളിൽ തുടർമാനമായി നിൽക്കുന്ന ചില അനർത്ഥങ്ങൾ മാറിയിട്ട് നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വന്ന് അടുത്ത യാത്രയ്ക്ക് ഒരുങ്ങാൻ പോവുകയാണ്. അടുത്ത യാത്രയ്ക്ക് ഒരുങ്ങുക. ഒരു ഫ്രഷ്നെസ് ദൈവം നിങ്ങൾക്ക് തരാൻ പോകും. ഒരു പുതുജീവൻ ദൈവം നിങ്ങൾക്ക് തരാൻ പോകും.
എന്തോ ഒരു പുതിയൊരു അനുഭവം ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയും. ആമേൻ. ചില ദുർവർത്തമാനങ്ങൾ നിമിത്തം വന്ന വേദനകളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്. നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ചില പ്രശ്നങ്ങൾ ഇനി ജീവിതത്തിൽ അതിനെക്കുറിച്ച് ഓർക്കാൻ പോലും ഇല്ലാത്ത നിലയിൽ കർത്താവ് വിടുവിക്കാൻ പോവുകയാണ്. ചില അന്ധകാര മണ്ഡലങ്ങൾ എന്നേക്കുമായി നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ. എന്നിട്ട് കർത്താവ് പറയാണ്, നീ ഇസ്രായേൽ ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞ നീ പോകേണ്ട ഡയറക്ഷൻ ദൈവം നിനക്ക് തരും. എന്ത് ചെയ്യണമെന്ന് തരും, എവിടെ പോകണമെന്ന് പറയും, ഡയറക്ഷൻ തരും. ഓ, ഈ ദൈവത്തെ നിങ്ങളുടെ ഈ ആയുസ്സിൽ കണ്ടെത്താൻ പറ്റിയത് എത്ര ഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരത്തില്ല, നിങ്ങൾക്ക് ഒരു തകർച്ച വരത്തില്ല. നിങ്ങളുടെ ലൈഫ് ഓരോ ദിവസവും അത്ഭുതകരമായിരിക്കും. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തുടർമാനമുള്ള ദൈവശബ്ദങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ്. തുടർമാനമുള്ള ദൈവശബ്ദങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ്. തുടർമാനമുള്ള ദൈവശബ്ദങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ്. ഓരോ നിമിഷവും ദൈവശബ്ദം കേട്ട് സ്വപ്നത്തിലൂടെയോ വചനത്തിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് ദൈവശബ്ദം കേട്ടുള്ള യാത്രകൾ തുടങ്ങാൻ പോകുകയാണ്. അടുത്ത ചില യാത്രയ്ക്ക് ഒരുങ്ങിക്കോ. ചിലർക്ക് വേണ്ടിയുള്ള വിദേശ യാത്രകൾ, അത്ഭുതകരമായ ശുശ്രൂഷ യാത്രകൾ, അത്ഭുതകരമായ ചില പ്രമോഷന്റെ യാത്രകൾ ഒക്കെ ഒരുങ്ങുന്നെന്ന് ഈ വചനത്തിലൂടെ ഒരു ദൂത് വെളിപ്പെടും. യെസ്, പുതിയതിലേക്കൊരു യാത്ര, നന്മകളിലേക്കൊരു യാത്ര, വാഗ്ദത്തത്തിലേക്കൊരു യാത്ര, പുതിയ ദേശത്തിലേക്കും രാജ്യത്തിലേക്കുള്ള യാത്രകൾ, പുതിയ മിനിസ്ട്രിയുടെ ആത്മതലങ്ങളിലേക്കുള്ള യാത്രകൾ കർത്താവ് നിങ്ങൾക്ക് തരുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തുകൊള്ളുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ ചില പുതിയ യാത്രകളിലേക്ക് ഒരുക്കുന്നതിന് സ്തോത്രം ചെയ്യും. കർത്താവ്, ഞങ്ങൾ പോകേണ്ടുന്ന വഴി എങ്ങനെയെന്ന് അങ്ങ് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ് ഞങ്ങളെ ഗൈഡ് ചെയ്യാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യുന്നു പിതാവേ. യേശുവേ, ഈ വചനം കേൾക്കുന്ന വ്യക്തി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ വാഗ്ദത്ത ദേശത്ത്, വാഗ്ദത്ത ഇടത്തിലേക്ക് അവരെയൊക്കെ കൊണ്ടുപോകുന്നതിന് നന്ദി പറയുന്നു കർത്താവെ. കർത്താവെ, അങ്ങ് അവരോട് സംസാരിച്ച് നടത്തുവാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യും. ചില നല്ല ദൈവശബ്ദങ്ങളെ കൊടുക്കാൻ പോകുന്നതിന് നന്ദി പറയും. യേശുവിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവർ ദൈവശബ്ദം കേട്ടുകൊണ്ട് ഇന്നത്തെ ദിവസം മുഴുവൻ അവർ കർത്താവെ അങ്ങയോട് കൂടെ ഇരിപ്പാൻ, അവരുടെ ജോലികളെല്ലാം ചെയ്യുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവെ, ഞങ്ങൾ കുടുംബമായിട്ട് ഈ സമയത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ന്യൂ ഡോർ ഇവർക്ക് തുറക്കാൻ പ്രാർത്ഥിക്കുന്നു. അവൻ പുതിയ യാത്രകൾ ഉണ്ടാകട്ടെ, അടുത്ത യാത്രകൾ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഇന്ന് വരെ കാണാത്തൊരു ഫ്രഷ്നെസ് അവർക്കുണ്ടാകട്ടെ. ഓ, യാക്കോബ് യോസെഫ് അയച്ച രഥങ്ങൾ കണ്ടപ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ടായി, റിവൈവ് ഉണ്ടായി. അതുപോലെ ഒരു ഭയങ്കര ഉണർവ് ഇപ്പോൾ ഇവർക്കുണ്ടാകട്ടെ. ചില പ്രശ്നങ്ങൾ എന്നേക്കുമായി അവരിൽ നിന്ന് മാറിപ്പോകട്ടെ. ചില രോഗങ്ങൾ എന്നേക്കുമായി മാറിപ്പോകട്ടെ. ചില അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ അവർക്കുണ്ടാകട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു. ആമേൻ. ഡിവൈൻ ഹെൽത്ത്, ഡിവൈൻ പ്രൊവിഷൻ, ഡിവൈൻ മണി, ഡിവൈൻ വിസ്ഡം യേശുവിന്റെ നാമത്തിൽ ഈ മക്കളുടെ മേൽ ഒപ്പണാകട്ടെ. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. സൗഖ്യത്തിൽ നിൽക്കട്ടെ. ക്രൂശിൽ നിന്നുള്ള വിടുതൽ ഇവർ അനുഭവിക്കട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ബിസിനസ് ഒക്കെ സന്തോഷത്തോടെ ചെയ്യുക. യേശുപ്പം കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു. ശലോം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.